ഒരു മധുഹൂത്ത് കഴിച്ചാലോ? അതെ, അറേബ്യൻ വിഭവമാണ്. നമ്മുടെ മന്തിക്കും മറ്റു അറേബ്യൻ വിഭവങ്ങൾക്കും ഒക്കെ ശേഷം കേരളത്തിൽ അവതരിപ്പിച്ചതാണ് ഇവനെ. ബഹ്റൈനാണെന്ന് തോന്നുന്നു സ്വദേശം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുന്നമംഗലം ഫത്താസയിലാണ്. കുന്നമംഗലം നമുക്കറിയാം കോഴിക്കോടിൻ്റെ വിദ്യാഭ്യാസ ഹബ്ബാണ്. മുൻപ് കുറച്ച് തവണ രുചിച്ച് നോക്കിയിട്ടുണ്ട് ഇവനെ. കൊള്ളാം. നമുക്ക് മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതി തന്നെയാണ്. മന്തിയുടേത് സാമ്യമായ റൈസും മറ്റു കാര്യങ്ങളും. ബീഫാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ തീന്മേശയിലേക്ക് അവനെത്തി. ഫുഡ് കണ്ടപ്പോൾ തന്നെ ചില മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. മുമ്പ് കഴിച്ചിരിക്കുന്ന മധുഹൂത്തുകളിൽ നിന്നും ഇവൻ വ്യത്യസ്തനാണ്. മുൻപ് കഴിച്ചിരുന്ന റൈസുകൾ ഒന്നും ഇതുപോലെ ആയിരുന്നില്ല. നിറത്തിലും അതിൻ്റെ രൂപത്തിലെല്ലാം ചെറിയ മാറ്റങ്ങൾ ഫീൽ ചെയ്തു. നമുക്ക് കാണാം ആ റൈസിൽ കുറച്ച് ഓയിൽ കണ്ടൻറ്റ് കൂടുതലായിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചത് ഇങ്ങനെയുള്ള ഓയിൽ കണ്ടൻറ്റ് കണ്ടിട്ടേ ഇല്ല. കഴിച്ചു നോക്കാം. വിശന്നാണ് കയറിയത്. 2 പീസാണ് ഉണ്ടാവുക. രണ്ടാമത്തവൻ കുറച്ച് വലുപ്പച്ചെറുപ്പമാണോ എന്നൊരു തോന്നൽ. കുഴപ്പമില്ല, നമുക്ക് കഴിച്ചു നോക്കാം. അങ്ങനെ ബീഫിൻ്റെ എടുത്തു നമ്മൾ കഴിക്കാനായി എടുക്കുമ്പോൾ അത് വളരെ സോഫ്റ്റായിട്ട്, അതിൻ്റെ വേവ് വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നി ഒന്ന് ചിക്കൻ കൂടി ഒന്ന് രുചിച്ച് നോക്കാമെന്ന ഒരു ചിന്ത വന്നു. ചിക്കൻ കൂടി ഓർഡർ ചെയ്തു. നമ്മൾ ആ കാണുന്ന റൈസ് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ തോന്നുമെങ്കിലും അത് ഒരുപാടുണ്ട്. അത്രയൊക്കെ ഒരാൾക്ക് കൊടുക്കേണ്ടതായിട്ടില്ല എന്നൊരു തോന്നൽ. ബീഫ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആണ് ചിക്കൻ ഓർഡർ ചെയ്തത്. ചിക്കൻ വന്നു. ചിക്കൻ വളരെ സോഫ്റ്റാണ്. ഞാൻ പറയുന്നു, നിങ്ങൾ ബീഫ് ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ചിക്കൻ ഓർഡർ ചെയ്യുന്നതായിരിക്കും നന്നാവുക. രണ്ടിനും ഒരേ റൈസാണ് കിട്ടുക എന്ന് ഓർക്കുക. ഇതിന് കൂടെ കിട്ടിയ ഡിപ്പുകളാണ് തൊട്ട് മുന്നിലുള്ളത്. വലിയൊരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഒരുപാട് എടുത്തില്ല. പക്ഷേ ചിക്കൻ്റെയും ബീഫിൻ്റെയും ടേസ്റ്റ് രുചികരമാണ്. റൈസും രുചികരമാണ്. പക്ഷേ ഓയിലി കണ്ടൻറ്റ് വളരെ കൂടുതലാണ് എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ കുന്നമംഗലത്ത് വരുവാണെങ്കിൽ ഫത്താസ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു റെസ്റ്റോറൻറ്റ് അനുഭൂതിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഫത്താസ എന്ന് പറയാതിരിക്കാൻ വയ്യ. റേറ്റ് നമ്മൾ ഈ കഴിച്ചതിന് 365 രൂപയാണ് ആയത്. ഫത്താസ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന് പ്രിയപ്പെട്ട ഒരിടമായി മാറിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇവിടെ എല്ലാത്തരം വിഭവങ്ങളും കിട്ടുമെന്നറിഞ്ഞു. സമ്മിശ്രമായ ഭക്ഷണ രീതിയാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ഇൻറ്റീരിയർ, അതുപോലെ ഇവിടുത്തെ ആംബിയൻസ്, ഇവിടുത്തെ കളേഴ്സ് എല്ലാം വളരെ ഭംഗിയായി തോന്നി. എന്തുകൊണ്ടും ആളുകൾക്ക് വിശ്രമിക്കാവുന്ന, ഭക്ഷണം കഴിക്കാവുന്ന ഒരിടമായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കാം. നമ്മൾ ഈ കാണുന്ന ഇൻറ്റീരിയറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതിഭംഗിയായി അവർ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്റ്റോള് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുന്നമംഗലത്ത് വരുന്ന ആളുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭക്ഷണം കഴിച്ചവരാണെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മധുഹൂത്തിനോട് പൂർണ്ണമായി നീതി പുലർത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും.